എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാളൂസ് ടൈലറിംഗ് ക്ലാസ് ഇൻ ഷാർജ. ഇന്ന് നമ്മളെ കാണിക്കാവുന്നത് ഒരു ജീൻസ് പാൻറ് വെച്ചിട്ട്, ജീൻസ് പാൻറ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് സാധാരണ നമ്മുടെ ഹസ്ബൻഡോ ചേട്ടന്മാരോ ആരെങ്കിലും നമുക്ക് ഓഫീസിലിടുന്ന നോർമൽ കാഷ്വൽ പാൻസ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പം ഞാൻ പാൻറ്റിന് ഇങ്ങനെ ജസ്റ്റ് മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മെഷർമെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ എടുത്തിട്ടുണ്ട്. സോ അത് റഫായിട്ട് നമുക്കിപ്പോൾ നിങ്ങളുടെ ഒരു ഉടുപ്പോ പാൻറ്റോ അല്ലെങ്കിൽ ചുരിദാർ എടുത്തിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ട്രേസ് ചെയ്യാറുണ്ടല്ലോ. നമ്മൾ അങ്ങനത്തെ 5 മിനിറ്റ് ചുരിദാർ കട്ടിങ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതുമാതിരി തന്നെ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, ആം ഹോളിന്റെ ഇതും ചെസ്റ്റിന്റെ അതൊന്നും ആദ്യം ഫസ്റ്റ് മാർക്ക് ചെയ്യും. കാരണം ആ വീതി കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ടോട്ടൽ ലെങ്ത് എവിടെ നിന്ന് എടുക്കാമെന്ന് തീരുമാനിക്കാം. അപ്പൊ ഞാനിപ്പോ ടോട്ടൽ ലെങ്ത് ആ മേൽവശത്തു നിന്ന് എടുക്കണത്. അതിനുശേഷം നോക്കാം, മേൽവശത്തു നിന്ന് ഞാൻ 5.25 ഇഞ്ച് എടുക്കേണ്ടത്. മോന്റെ മോൾക്കാണ്, 9 വയസ്സായ കുട്ടിക്കുള്ളതാണ്. സോ 5.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അതിന്റെ ആം ഹോൾ 5.25 ഇഞ്ച്. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചുരിദാറിന്റെ ടോപ്പ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ 2 മടക്കിയിട്ട് ഇതിന്റെ മേലെ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുക. നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ഓൾറെഡി 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ചെസ്റ്റിന്റെ മെഷർമെന്റ് 9.5 എടുത്തിട്ടുണ്ട്, ചെസ്റ്റിന്റെ വീതി. ഇനി വേസ്റ്റിന്റെ ഹൈറ്റ് വന്നിട്ട് 12 ഇഞ്ച്, കുട്ടികൾക്ക് 12, വലിയവർക്ക് 14. എന്നിട്ട് അതിന്റെ വീതി നമുക്ക് എത്രയാണോ നിങ്ങളുടെ ടോപ്പിലുള്ളത് അതേ പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഞാനിപ്പോ അത് 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വേസ്റ്റ് 9.5 എടുത്തു. വേസ്റ്റ് 9 എടുത്തു, ചെസ്റ്റ് 9.5 എടുത്തു. ഓക്കെ. പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ ട്രേസ് നമ്മളിങ്ങനെ വരച്ചു പോയാൽ മതി. നോക്കുക, 1.5 ഇഞ്ച് മേലേക്ക് എടുത്തു. ജസ്റ്റ് അതിപ്പോ കുട്ടികൾക്കൊക്കെ ഒരു 8 വയസ്സ് 7 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് ഈ മെഷർമെന്റ് തന്നെ ഫോളോ ചെയ്യുന്ന ആം ഹോള്. പാന്റിന്റെ ഭാഗം ശ്രദ്ധിക്കുക, അവിടെയാണ് ആ ഒരു ക്രോച്ച് വരുന്നത്. കണ്ടല്ലോ പാന്റിന്റെ ഷേപ്പ്. അപ്പൊ അതുവരെ ഞാൻ ലെങ്ത് എടുക്കുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ നീളം ഉണ്ട് കേട്ടോ. ഞാൻ അത്രയും കൊടുക്കണില്ല. അവിടെ നിങ്ങളുടെ ഇങ്ങനെ ഒരു ലൈൻമാരി എടുക്കേണ്ടത്. എന്നിട്ട് നല്ലവണ്ണം ആ ഒരു വിരിവുണ്ട് ഇതിന്. അതിപ്പോ അധികം വലിയ വണ്ണമുള്ള ഒരു സൈസുള്ളതല്ല, ഒരു സാധാരണ സൈസ് ഉള്ള ഒരാളുടെ പാന്റാണത്. നമ്മൾ ലൈനും വരച്ചു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കാരണം ഞാൻ ജീൻസ് ആയതുകൊണ്ട് ഫുൾ കട്ടിങ് ഞാൻ കാണിക്കുന്നില്ല. നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. കാരണം നമ്മുടെ കത്രികയുടെ കാര്യം പോക്കാവും, പിന്നെ അറിയാലോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പൊ കാണിച്ചുതരാം. ആദ്യം ഒരു ലെയർ കട്ട് ചെയ്തിട്ട് മറ്റേ ലെയർ കട്ട് ചെയ്യണമെന്നായിരിക്കും നല്ലത്. നല്ല കട്ടിയുണ്ട് ഇതിന്. ഇപ്പൊ ജീൻസിൽ ഞാൻ ചെയ്തു പോകാൻ നിങ്ങൾ ജീൻസിൽ ചെയ്യണം നിർബന്ധമില്ല. നമ്മുടെ ഹസ്ബൻഡിന്റെ ഉള്ള സാധാരണ പാന്റ് വെച്ചിട്ടാണെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. പക്ഷെ ഡിസൈൻ അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് അപ്പൊ സാധാരണ പാന്റാണെന്ന് കണ്ട ആരും പറയില്ല. ഇതിപ്പോ ഈ കഷ്ടപ്പെട്ടൊക്കെ ഞാൻ മുറിക്കുന്നുണ്ട്. നമ്മളെ ഷേപ്പിന് സാധാരണ രീതിയിൽ മുറിക്കണം മാതിരി കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറക്കാതെ അത് ചെയ്യണം. അതുമാതിരി ഫേസ്ബുക്കിലുള്ള കൂട്ടുകാരൊക്കെ എന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ പേജ്. അപ്പൊ ഞാനിത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് സാധാരണ ചുരിദാർ കട്ടിങ് തന്നെയാണ് ഫ്രണ്ട്സ്. അല്ലാണ്ട് ഇതിൽ വേറെ ഒരു ഇതുമില്ല കേട്ടോ. അപ്പൊ ഇതിപ്പോ എ ലൈൻ മോഡലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, സ്ലിറ്റ് എടുത്തിട്ടല്ല. എ ലൈൻ മാരത്തെ എ ലൈൻ ചുരിദാർ തന്നെ. സ്ലീവ് വേണമെങ്കിൽ സ്ലീവിന് അതിൽ ബാക്കി ഇനിയും പീസസ് ഉണ്ട് നമുക്ക് ആ പാൻറ്റിൽ തന്നെ. ഓക്കെ. അപ്പൊ 2 ഭാഗം എടുത്തു. ഇനി ഞാൻ എന്തെടുത്ത് ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പകുതിക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ ലൈനിങ് മെറ്റീരിയൽ. കാരണം നമുക്ക് നെക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ ഒരു മെറ്റീരിയൽ എന്റെ കയ്യിലുണ്ടായിരുന്ന ലൈനിങ് മെറ്റീരിയൽ ഒരു 12 ഇഞ്ച് നീളത്തിലുള്ള ഒരു ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ഇഞ്ച് വീതിയുള്ള ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്. അത് പഴയത്, അത് മോളുടെ ഒരു അംബ്രല്ല ഫ്രോക്കിന്റെ ഉണ്ടായിരുന്ന ബാക്കിയാണ്. ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ നെറ്റിന്റെ വർക്ക് ചെയ്യാൻ നിർബന്ധമില്ല. അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മളിനി നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിന്റെ പീസും അതിന്റെ ലൈനിങ് കൂടി വെച്ചു. കണ്ടല്ലോ, ലൈനിങ്ങിന് ഇറക്കമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ആ ആം ഹോളും കഴുത്തും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈനിങ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ക്രോസ് പീസ് വെച്ച് ചെയ്ത ഒരുപാട് നേരം എടുക്കും. ലൈനിങ് ആകുമ്പോൾ മറിച്ചിടാലോ. കഴുത്തകലം 2.5 ഇഞ്ച്. 2.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 3 ഇഞ്ചായി മാറും. കഴുത്തിറക്കം 4 എന്ന് പറയുമ്പോൾ 4.5 മാറും. ഫ്രണ്ട് കഴുത്താണ് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തു. ഇതിലിപ്പോ ലൈനിങ് വേണം നിർബന്ധമില്ല. ക്രോസ് പീസ് വെച്ചിട്ട് നെക്കും നമുക്ക് ആം ഹോളും ചെയ്യാം. പക്ഷെ കുറച്ച് സമയം എടുക്കും. പിന്നെ ഒരുപാട് തവണ അങ്ങനത്തെ വീഡിയോസ് ഇട്ടത് കൊണ്ട് ഞാൻ ലൈനിങ് മെറ്റീരിയൽ ഒരു 12 അല്ലെങ്കിൽ 14 ഇഞ്ച് നീളത്തില് ബാക്കി എല്ലാ മെഷർമെന്റ് അതുവരെ ഉള്ളത് അനുസരിച്ചിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, നിങ്ങൾക്ക് ലൈനിങ് മെറ്റീരിയൽ അത്രേ ഇറക്കുള്ളൂ.
ഇനി ബാക്ക് വശത്തിന് നമുക്ക് തല കയറാൻ നമുക്ക് സിബൊക്കെ വെക്കാൻ ഭയങ്കര കഷ്ടമായിരിക്കും. ജീൻസാണ്, പിന്നെ ഹുക്ക് വെക്കണമെങ്കിൽ ഇരട്ടിപ്പണിയാണ്. സോ ഞാനിപ്പോൾ കഴുത്തകലം 2.5 മാർക്ക് ചെയ്തു. കഴുത്തിറക്കാൻ സാധാരണ മോൾക്ക് ഞാൻ 5 ഇഞ്ച് തന്നെ കൊടുക്കുക. ഇനി ആണ് ഇതിൽ കഴുത്ത് ബാക്കിൽ കുറച്ച് ഇറക്കം കൂട്ടിയിട്ട് നല്ല അടിപൊളിയാക്കി വരുന്നത്. ഇതിന്റെ ഫോട്ടോ ഞാൻ ഇതിന്റെ അവസാനം കാണിക്കേണ്ടത് നോക്കുക. ഇതിങ്ങനെ ജസ്റ്റ് വരച്ചിട്ട് നമ്മുടെ കഴുത്തിനെ ഒന്ന് കുറുകിയ കഴുത്താക്കി താഴ്ത്തി കൊണ്ടുപോകാം. ഓക്കെ, ഇപ്പോ 5 ഇഞ്ചാണ് ഇറക്കെങ്കിൽ നമുക്കൊരു 8 ഇഞ്ച് അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 7.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ കുറുകി കൊണ്ടുവരിക, അതായത് ചെറുതാക്കി കൊണ്ടുവരിക. അപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ കഴുത്തിന്റെ ബാക്ക് അധികം വൈഡായിട്ട് വരില്ല. അത് മാത്രമല്ല തല കയറും, മറ്റേ തല കയറില്ല. ഇനി സിബ് വെക്കണം, അത്ര ഈസി പരിപാടിയല്ല ഈ ഒരു പാന്റിൽ. എന്റെ ഒരു നീഡിൽ പൊട്ടി, അത് അത്ര കെയർലെസ് ആയി ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ്. ഫാസ്റ്റ് ക്യാമറയും കൂടി വെച്ചതുകൊണ്ട് ഒരു നീഡിൽ എന്റെ പൊട്ടി. അപ്പൊ ചെയ്യുമ്പോൾ നോക്കി ചെയ്യാം. ഇതിപ്പോ ഞാൻ 8 ഇഞ്ചിലേക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കുറുകിയ മാതിരി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അങ്ങനെ വൈഡായി തുറന്നൊന്നും പോവില്ല. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ 9 വയസ്സുള്ള കുട്ടിക്ക് 8 ഇഞ്ച് എടുത്തെങ്കിൽ നിങ്ങൾ അതിനെ വെച്ച് ചെറിയ കുട്ടികൾക്ക് നിങ്ങൾ സാധാരണ നെക്ക് ചെയ്യണ പ്ലസ് ഒരു 2 ഇഞ്ച് ഇറക്കി അങ്ങ് ചെയ്താൽ മതി. 2-3 ഇഞ്ചോ ഇറക്കി ചെയ്യാം. അപ്പൊ നമ്മുടെ ഇത് ബാക്ക് വശമാണ്. ഇനി ഫ്രണ്ട് വശത്തിന്റെ ആം ഹോളും കൂടി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ. ഇത് ബാക്ക് വശമാകുമ്പോൾ എക്സ്ട്രാ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടല്ലോ, ഇതിങ്ങനെ ആണ് ഇരിക്കുന്നത്. 2.5 ഇഞ്ച് കഴുത്തകലം പറയുമ്പോൾ ചെയ്തു വരുമ്പോൾ 2.75 മാറും. ഇത് ഫ്രണ്ട് വശത്തിന്റെ ആം ഹോള് ഞാൻ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ ഷേപ്പ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഷേപ്പ് കിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മുടെ ടോപ്പിന്റെ നല്ല വശത്തിന്റെ മേലെ വെക്കുക. കണ്ടോ, അതെ ഇപ്പൊ ഫ്രണ്ട് നെക്കാണ് ഫ്രണ്ട് ടോപ്പ് എടുത്തിരിക്കുന്നത്. നല്ല വശത്തിന്റെ മേലെ വെച്ചിട്ട് ആ യു ഷേപ്പും ആ ആം ഹോളിന്റെ ഷേപ്പും അടിക്കുക. ഞാനിപ്പോ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നോച്ചസ് കട്ട് ചെയ്ത് വിട്ടിട്ട് ഉള്ളിലേക്ക് തിരിച്ചിടാം. അപ്പൊ എന്താണെന്ന് പറയാ, ക്രോസ് പീസിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 4 ഇഞ്ച് വീതിക്ക് നമ്മൾ ഈ ഭാഗവും കഴുത്തിന്റെ ഭാഗവും അതേപോലെ തന്നെ ആം ഹോളിന്റെ ഭാഗവും ചെയ്യാം. വലിച്ചു പിടിക്കരുത്, കഴുത്ത് ചെയ്യുമ്പോൾ ഒരിക്കലും വലിച്ചു പിടിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ പുതിയതായി ചെയ്യുന്നവർക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ കാൽക്കുലേഷൻ ചേച്ചി പറയണമെന്ന് തോന്നരുത്. കാരണം നമ്മള് ഒരുപാട് ചുരിദാറിന്റെ വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ പല രീതിയിലുള്ള കട്ടിങ്ങുകളും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അതിൽ ഒരു കട്ടിങ് മാത്രം അത്. ഇനി ഈ ഒരു കട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇത്രയും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാർ A-ലൈൻ കുർത്തി ഒരു ചുരിദാറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഞാനിപ്പോ എന്ത് ചെയ്തു, കഴുത്ത് ചെയ്തു. ഇനി ആം ഹോൾ 2 ആം ഹോളും ചെയ്യണം. അപ്പൊ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നോക്കിക്കണ്ടേ നിങ്ങൾക്ക് അവിടേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ കഴുത്തിലും ചെയ്യണം, ആം ഹോളിന്റെ അവിടെയും ചെയ്യണം. നമ്മളിപ്പോ ഫ്രണ്ട് വശവും അതിന്റെ ഫ്രണ്ടിന്റെ ലൈനിങ് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ലൈനിങ് ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ലൈനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടുള്ള നെക്ക് ചെയ്യാൻ ഞാൻ ഒരുപാട് ക്രോസ് പീസ് വെച്ചിട്ടുള്ള നെക്ക് ചെയ്തിട്ടുണ്ട്. പൈപ്പിംഗ് ഒക്കെ വരുമ്പോ അപ്പൊ ഫുള്ളായിട്ട് നോച്ചസ് നമുക്ക് സ്റ്റിച്ചിൽ മുട്ടാത്ത രീതിയിൽ കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് കഴുത്തിന്റെ അവിടെയും ആം ഹോളിന്റെ അവിടെയും. എന്നിട്ട് നമ്മുടെ ടോപ്പിന്റെ നല്ല വശത്തിന്റെ മേലെയാണ് ലൈനിങ് മെറ്റീരിയൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഉള്ളിലേക്ക് തിരിച്ചിടുക. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഒരു പാന്റ് ഞാൻ ഇവിടെ ഇങ്ങനെ കുറേ ആയിട്ട് മടക്കി വെച്ചൊരു പാന്റാണ്. ഹസ്ബൻഡ് ഇടാത്തതുകൊണ്ട് അപ്പൊ ഞാനൊരു അടിപൊളി ടോപ്പാക്കാം. അല്ലാണ്ട് ഇത്രയും വലിയ ജീൻസ് നമുക്ക് ചെയ്ത് എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ ജീൻസ് ഇല്ലാണ്ട് ഉള്ള പാന്റ് വെച്ച് ചെയ്ത് നോക്കുക ബുദ്ധിമുട്ടുള്ളവര്. പിന്നെ നീഡിലൊന്നും പൊട്ടില്ല. അങ്ങനെ നമ്മള് അടിക്കുമ്പോൾ മെല്ലെ അടിച്ചു കഴിഞ്ഞാൽ നീഡിൽ പൊട്ടില്ല. വളരെ ടക്കേന്ന് അടിച്ച് ഇങ്ങനത്തെ മെറ്റീരിയൽ ഫാസ്റ്റ് ആയിട്ട് അടിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്കത് നടക്കില്ല. നീഡിൽ പൊട്ടിക്കൊണ്ടിരിക്കും. ആ കട്ടി ഭാഗം വരുമ്പോൾ നമുക്ക് കണ്ടില്ലേ ആ ഒരു സെന്റർ പോയിന്റ് ഒക്കെ കട്ട് ചെയ്യണ്ടേ, അവിടേക്ക് ആകുമ്പോൾ മെല്ലെ ചെയ്യാം. ഇനി നമ്മൾ തിരിച്ചിട്ട ശേഷം നമ്മള് എന്താ പറയാ വക്കടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എഡ്ജ് അടിച്ചു കൊടുക്കുക എന്ന് പറയില്ല, അത് പതിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് അടിച്ചു കൊടുക്കുക. കഴുത്തും അതുമായി തന്നെ കൈക്കുഴിയും. അപ്പൊ ഒരു പരിപാടി തീർന്നു. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന്റെ ഷേപ്പോട് കൂടിയിട്ടുള്ള അത് കഴുത്ത് നമ്മുടെ ടോപ്പിന്റെ നല്ല വശത്തിന്റെ മേലെ വെച്ചു. അതിനുശേഷം ആ കഴുത്തിന്റെ ഷേപ്പും 2 ആം ഹോളും ചെയ്തെടുക്കുക. കാരണം അപ്പൊ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല, നേരത്തെ കാണിച്ചമാതിരി തന്നെയാണ്. നമ്മൾ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് പതിച്ചടിക്കാം. ഈ പതിച്ചടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് അയൺ ചെയ്താൽ മതി കേട്ടോ.
ഇങ്ങനെ ചെയ്തിട്ട് അയൺ ചെയ്താൽ മതി. ഇനി നമ്മുടെ ടോപ്പിന്റെ നല്ല വശവും രണ്ട് നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാം. അതായത് നമ്മുടെ ബാക്ക് വശത്തിന്റെ നല്ല വശവും ഫ്രണ്ട് വശത്തിന്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ. അതിനുശേഷം നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ കണ്ടോ, ആ ലൈനിങ് മെറ്റീരിയൽ മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ നമ്മൾ ആ വക്ക് അടിച്ചിട്ടില്ലല്ലോ ലൈനിങ് മെറ്റീരിയൽ, അപ്പൊ ലൈനിങ് മെറ്റീരിയലിന്റെ വക്ക് അടിക്കുക. രണ്ടും ഫ്രണ്ടും വേണം ബാക്കും വേണം. വീഡിയോസ് ഒക്കെ മിസ്സാവാതെ കാണണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ ഫ്രണ്ട്സ്. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ഓണാക്കി വയ്ക്കുക, ഞെക്കി വയ്ക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മൊബൈലിലേക്ക് വരുള്ളൂ. ഇനി ഇത് നമ്മൾ രണ്ടും മരത്തിന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ് മെറ്റീരിയലുള്ള പരിപാടിയാണ് നമുക്കിനി ചെയ്യേണ്ടത്. കണ്ടല്ലോ, നെക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മുടെ നെറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് 6 ഇഞ്ച് വീതിയാണ്. അതിപ്പോ 3/4 ഇഞ്ചോളം പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിന്റെ സെന്റർ പോയിന്റിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ നമുക്ക് രണ്ടാക്കി മടക്കി കഴിയുമ്പോഴുള്ള സെന്റർ പോയിന്റിന്റെ അവിടെ മാർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ കൈ പിടിച്ചോടെ. എന്നിട്ട് ആ ഒരു തുണിയുടെ ഏറ്റവും സെന്റർ പോയിന്റിന്റെ അവിടെ നിന്ന് വെച്ചിട്ട് നമ്മുടെ വീണ്ടും ആ സെന്റർ പോയിന്റ് വിട്ടിട്ട് മറ്റേ എൻഡ് പോയിന്റ് വരെയുള്ള അതിന്റെ വിഡ്ത്ത് എടുക്കുക. എന്നിട്ട് അത് മറ്റേ ഷോൾഡറിന്റെ അവിടേക്ക് കൊണ്ടുവരിക. ഇത് നിങ്ങളുടെ ബുദ്ധിമാരി തന്നെ ചെയ്യണം. നമുക്ക് ഐഡിയാസ് മാതിരി ചെയ്യാം, ഓരോരുത്തരുടെ ഐഡിയാസ് മാതിരി നമുക്കിത് ചെയ്യാം. അതിൽ കുഴപ്പമില്ല. ചിലവർ നമ്മൾ ഇതിന്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് തിരിച്ചിടും. എനിക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ഇതാണ് തോന്നിയത്. നമ്മളിങ്ങനെ ആ ഒരു നെറ്റ് മെറ്റീരിയൽ കഴുത്തിൽ വെച്ചിട്ട് ചുമ്മാ മടക്കി കൊണ്ടുവരാം. അല്ലാണ്ട് ഇന്ന് ഒരു പാന്റ് വെച്ച് നമ്മളൊരു ടോപ്പ് ചുമ്മാ ഡിസൈൻ ഇല്ലാണ്ട് അടിച്ചുകഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മളത് ഇങ്ങനെ ഒരു നെറ്റ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നെറ്റ് മെറ്റീരിയൽ, ബ്രൊക്കേഡ് ഉണ്ടെങ്കിൽ ബ്രൊക്കേഡ്, അല്ലെങ്കിൽ വേറെ ഷോളിന്റെ ഷിഫോൺ ആണെങ്കിലും ഏറ്റവും നല്ല ഷിഫോണാണ് അത്. അപ്പൊ ഇങ്ങനെ പാറി നിൽക്കില്ല, ഒതുങ്ങി നിൽക്കും. നിങ്ങളിങ്ങനെ പിന്നിട്ട് വെക്കുക കേട്ടോ. നമ്മളിപ്പോ എല്ലാത്തിന്റെയും മിഡ് പോയിന്റിൽ പിന്നിട്ട് വെക്കുന്ന മാതിരി പിന്നിട്ട് വെച്ച് ചെയ്തെന്ന് വളരെ ഈസി ആയിരിക്കും. അപ്പൊ ഞാനതെങ്ങനെ ചെയ്ത് വന്നിട്ടുണ്ട്. നോക്കാം. നിങ്ങൾക്കിപ്പോ പ്ലീറ്റ് വേണമെങ്കിൽ ആദ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അതല്ല, നമ്മൾ ആദ്യം ഈ ഒരു നെറ്റ് മെറ്റീരിയൽ മാത്രം എടുത്തിട്ട് പ്ലീറ്റ് ഇങ്ങനെ മടക്കി പ്ലീറ്റ് എടുത്തിട്ട് വന്ന് സ്റ്റിച്ച് ചെയ്ത് വരികയാണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് പ്ലീറ്റ് ഇതിലെടുത്ത് റൗണ്ട് ചെയ്ത ശേഷം നമുക്ക് എന്താ പറയാ ഇത് നേരെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. പ്ലീറ്റ് എടുത്ത് വെച്ച് നേരെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഒരു സൈഡ് ഫിനിഷ് ചെയ്തു. ഇതേമാതിരി മറ്റേ സൈഡ് ഫിനിഷ് ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്ക് നെക്കിന്റെ അവിടെ ആ ഒരു വി ഷേപ്പ് മാതിരി ഉള്ളത് വരുമ്പോൾ അതുവരേക്കും നമ്മളത് ചെയ്തെടുക്കാം. ഞാനത് കാണിച്ചു തരാം. വെറുതെ മടക്കി ചെയ്തു വരാം. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം നെറ്റ് മാത്രം എടുത്തിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് തെച്ചു വരിക. നമ്മുടെ ഈ പ്ലീറ്റുകളൊക്കെ ഇട്ട് തെച്ച ശേഷം അതെടുത്തിട്ട് ഇതിൽ കൊണ്ട് ചുറ്റും വെച്ചിട്ട് വന്നാൽ മതി. പക്ഷെ അങ്ങനെയാകുമ്പോൾ അളവുകൾ കറക്റ്റ് ആയിരിക്കണം. നമ്മളതങ്ങനെ ചെയ്തു വന്നു. നമ്മൾ അവസാനം വരെ എത്തിയിട്ടുണ്ട്. നോക്കുക, കണ്ടോ? ബാക്ക് നോക്കുക. ഇനി ബോഡി ക്ലോസ് ചെയ്തിട്ടില്ല, അടിമടക്കി അടിക്കണം. സോറി, അത് എനിക്ക് ഭയങ്കര ഇടയിലൊരു വോയിസ് ഇതായിപ്പോയതാണ്. നമ്മളിപ്പോ നെക്കില് ഇത് കണ്ടല്ലോ. ഇനി ജസ്റ്റ് നമ്മുടെ തയ്യൽ തുമ്പ് വെച്ചിട്ട് ബോഡി ക്ലോസ് ചെയ്യാം. നമ്മളതങ്ങനെ ബോഡിയിൽ നമ്മൾ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് വെച്ചത് അതിൽ കൂടെ അടിച്ചു വരാം. ഇപ്പുറത്തെ സൈഡും അതുമായി തന്നെ ചെയ്യാം.
ഒരു സൈഡ് നമ്മൾ ചെയ്തു, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്യാം. അതിനുശേഷം അടിയൊന്ന് മടക്കി അടിക്കാം. അതിനുശേഷം എന്തെങ്കിലും ബെൽറ്റ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഹിപ്പിന്റെ അവിടെ വെച്ചു കൊടുക്കാം, വേസ്റ്റിന്റെ അവിടെ. ഇതങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. ബോഡി ഇതുമായി തന്നെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ലൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ടക്കിട്ട് കൊടുക്കാം. നമുക്ക് ടക്കിടുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അത് നോക്കി ടക്കിടാം. എന്നിട്ട് ഞാനൊരു ലേസ് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുമാതിരി ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബെൽറ്റ് മാതിരി ചെയ്യാം, നാട ഉണ്ടെങ്കിൽ നാടമാതിരി ഒന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പൊ മോളുടെ പിക്ചർ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുമാതിരി നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വളരെ ഈസിയാ. ബാക്കൊക്കെ കണ്ടോ, നീറ്റ് ആയിട്ടുണ്ട് കണ്ടോ, വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക, വളരെ ഈസി കേട്ടോ. പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്ത് നോക്കാൻ പറ്റും. സെയിം തന്നെ കണ്ടോ, ബാക്ക് വൃത്തികിടുന്നില്ല, നന്നായിട്ടില്ലേ? അപ്പൊ താങ്ക് യു.